നടി ആര്യ ബാബുവിൻ്റെ ക്ലോത്തിങ് സ്റ്റോറായ കാഞ്ചീവരം ഡോട്ടിൻ്റെ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഉണ്ടാക്കി വലിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് കുറച്ച് മാസങ്ങളായി നടന്നു വരുന്നത്. ആര്യ ബാബു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സൈബർ സെല്ലിലടക്കം പരാതി നൽകി വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. പ്രമുഖരായിട്ടുള്ള പലരും ഇതിൽ ഈ ഒരു തട്ടിപ്പിൽ വീണ് പോയിട്ടുണ്ട്. ആര്യ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആര്യ, എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് ഉണ്ടായത്? എപ്പോഴാണ് നിങ്ങളിത് അറിയുന്നത്? ഞങ്ങൾക്ക് മെയിലാണ് ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ആവുന്നത്. മെയ് 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ഒരു കസ്റ്റമർ ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക്, അതായത് ഇങ്ങനെ കാശ് ഞങ്ങളുടേത് പോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഫോണ് കിട്ടുന്നില്ല, നിങ്ങൾ ബ്ലോക്ക് ചെയ്തു, ആരും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴാണ് അങ്ങനെ ഇവിടെ സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരോട് സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു, ഓർഡർ പ്ലേസ് ചെയ്തതിൻ്റെ. അങ്ങനെ അവർ സ്ക്രീൻഷോട്ട് അയച്ചപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ തന്നെ വീഡിയോ ആണ്. അതൊരു എനിക്ക് തോന്നുന്നു 3 വർഷം മുമ്പ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള പഴയ പ്രോഡക്റ്റിൻ്റെ വീഡിയോ. ആ വീഡിയോ ആണ് റീഷെയർ ചെയ്തിരിക്കുന്നത്. പേജിൻ്റെ പേര് ഞങ്ങളുടെ പേര് തന്നെ, കാഞ്ചീവരം. ലോഗോ ഞങ്ങളുടെ ലോഗോ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അത് ലോഗോ ആയിട്ട് വെച്ചിട്ടുണ്ട്. അന്ന് ആ പേജിനൊരു 200-300 ഫോളോവേഴ്സ് അന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആ പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാരിയുടെ ഒറിജിനൽ കോസ്റ്റ് വേറെയാണ്. അപ്പം ഈ സാരിക്ക് അവരിട്ടിരിക്കുന്നത് 1800 എന്നുള്ള ഒരു കോസ്റ്റ് ഇട്ടിട്ട് അവർ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസിൻ്റെ ഒക്കെ തുടക്കത്തിൽ ഞാൻ എല്ലാ വീഡിയോയും തുടങ്ങുമ്പോൾ പറയുന്നത് ഹലോ വെൽക്കം ടു കാഞ്ചീവരം .in എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വീഡിയോയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവർ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോർഷൻ കട്ട് ചെയ്ത് കളയും. ആ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഈ സാരി പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോർഷൻ മാത്രം പോസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോയിൽ തന്നെ ഇത്ര രൂപ എന്നുള്ളത് അവർ എഡിറ്റ് ചെയ്ത് ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ഇവർ ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പോൾ അത് ബേസിക്കലി സ്കാമാണ്, ബിക്കോസ് ഞങ്ങളല്ല അത്. അപ്പോൾ ഇവരൊരു QR കോഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ QR കോഡിലേക്ക് ഇവർ പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നപ്പോൾ അതിലൊരു വേറെന്തോ ഒരു പേരാണ്, ലോക്കേഷോ അങ്ങനെ എന്തോ ഒരു പേരിലാണ് ഇവർ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ഈ കസ്റ്റമറിനോട് പറഞ്ഞു, ഇത് ഞങ്ങളുടേതല്ല, പ്രോഡക്റ്റ് അതായത് ഈ വീഡിയോ ഞങ്ങളുടേതാണ്. ഈ വീഡിയോ ഞങ്ങൾ 3 വർഷം മുമ്പ് ഞങ്ങളുടെ പേജിലിട്ട വീഡിയോ ആണ്. പക്ഷേ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല, ഇത് ഞങ്ങളുടെ പേജും അല്ല, ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഇതല്ല, ഞങ്ങളുടെ പേയ്മെൻറ്റ് മേടിക്കുന്ന QR-ഉം ഇതല്ല. അപ്പോൾ ഇത് നിങ്ങളെ പറ്റിച്ചതാണ്, നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ അതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് തന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു പേജ്, ആ പേജിൻ്റെ ലിങ്ക് അവർ അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു പേജ് ഉണ്ട്, ആ പേജിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ ആ പേജ് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ ഞങ്ങളുടെ 3 years മുന്നേ ഉള്ള വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ഫോർമാറ്റാണ്. അതിൽ പട്ടുസാരികളുടെ വീഡിയോ വരെ അവരെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പട്ടുസാരികളെല്ലാം അവർ 2000 രൂപ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കാണുന്നവരെന്താ, അവർ നോക്കുമ്പോൾ അയ്യോ ആര്യ ദേ വീഡിയോയിൽ സാരിയും പിടിച്ച് വന്ന് നിൽക്കുന്നു, ആര്യയുടെ സാരി 2000 രൂപ, അപ്പം തന്നെ ഒരു ചാടി വീണ് 2000 രൂപ കൊടുക്കുക. അങ്ങനെ ആണ് ഇതിൽ ആൾക്കാർ പെട്ടുപോകുന്നത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും ചെറിയ പൈസയ്ക്ക് ഈ സാരി കിട്ടുമെന്ന് പറയുമ്പോൾ അതിൽ വീണു പോകുന്ന അത് മാത്രമല്ല പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേര് കൂടി ഉണ്ട്. ഇതിൻ്റെ ഒരു നമുക്ക് തന്നെ ഞങ്ങൾ തന്നെ ഷോക്കായി പോയ കാര്യം അതാണ്. ഞങ്ങൾ വിചാരിച്ചു ഇത് ഇപ്പം സാധാരണ പറഞ്ഞ പോലെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിലേക്ക് കൂടുതൽ ചിന്തിക്കില്ലല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല. ഡോക്ടേഴ്സ്, വക്കീലന്മാർ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഫീമെയിൽ ബാങ്ക് മാനേജേഴ്സ്, ഒരു ജഡ്ജി ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പൈസ പോയി നിങ്ങളുടെ പേജാണെന്ന് വിചാരിച്ച് പേ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സ്കൂൾ പ്രിൻസിപ്പൽസ്, ഇവരൊക്കെയാണ് ഇതിൽ പെട്ടിരിക്കണേ. അപ്പം ഇതിൽ സാധാരണക്കാരെന്നോ മറ്റൊന്നും ഇല്ല, അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കേസിൽ ചെറിയ പൈസ കണ്ടു, ചാടി വീണു. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ്, അയ്യോ ആര്യ നിങ്ങളുടെ ഫേസ് അല്ലേ വരുന്നത് എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫേസാണോ വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ബ്രാൻഡിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഞാനല്ലേ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് ഞാനാണ് സെല് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു നോൺ ഫേസ് ആയിപ്പോയി. അതുപോലെ എനിക്കിപ്പോൾ ഈ എൻ്റെ ബ്രാൻഡിന് കിട്ടിയ പണി പോലെ പലർക്കും കിട്ടുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ തന്നെ കൂടെയുള്ള ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള കുറേ ബ്രാൻഡുകൾക്ക് ഈ സെയിം ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് അവരും. അപ്പോൾ ഇതിപ്പം ആര്യയുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വന്നിട്ട് നമ്മളോടിപ്പം നമ്മളതേ ചോദിക്കുന്നുള്ളൂ. എൻ്റെ വീഡിയോസാണ്, പക്ഷെ അതവർ മിസ്യൂസ് ചെയ്യുന്നതാണ്. ഒന്നുമില്ലെങ്കിലും നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ
ശ്രദ്ധിക്കണ്ടേ? ലൈക്ക് ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ QR കോഡിൽ വരുന്ന പേരെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇതെല്ലാം ഹിന്ദി പേരുകളാണ്. യാദവ്, ലോകേഷ്, ഇങ്ങനെയുള്ള പേരുകളാണ് ഇവരുടെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ വരുന്നത്. അത് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചത് ഒരു വലിയ ടീം, ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വലിയ ടീം ഇതിലുണ്ട് എന്ന് കൂടിയാണ്. അങ്ങനെ എന്തെങ്കിലുമുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചിരുന്നു? യെസ് അതായത് ഞങ്ങൾക്കിത് എല്ലാവരും ഇതിൽ പെട്ടുപോയിട്ടുള്ള മിക്കവാറും ആൾക്കാർ ഞങ്ങൾക്ക് ഇതിൻ്റെ ഇവർ പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്ത് ഞങ്ങൾ അപ്പം അതിലൊരു ബാങ്ക് അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു റീജിയണൽ ഒരു നാഷണൽ ഹെഡ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ. അപ്പം മാഡം വഴി ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇത് ആ അക്കൗണ്ട് ഇരിക്കുന്നത് ഒരു സ്ഥലത്ത്, പക്ഷേ ആ അക്കൗണ്ട് ഹോൾഡർ ആക്ച്വലി വേറൊരു സ്ഥലത്തുള്ള ആളാണ്. അയാളുടെ പേരിൽ വേറെ ഏതോ ഒരു ബ്രാഞ്ചിൽ ഏതോ ഒരു സ്ഥലത്താണ് ഈ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. അയാൾക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളത് അറിയത്ത് പോലുമില്ല. അയാളൊരു കർഷകനാണ്, നല്ല പ്രായം ചെന്ന ഒരു കർഷകനാണ്, ഹിന്ദിക്കാരനാണ്, സംവേർ ബീഹാർ സൈഡിൽ ഉൾപ്രദേശത്തുള്ള ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് അറിയത്ത് പോലുമില്ല. ആളുടെ പേരിലാണ് ഈ അക്കൗണ്ട്. പക്ഷേ ആ അക്കൗണ്ടിലേക്ക് ആ ആഴ്ച ഒരു 3 ദിവസം കൊണ്ട് വന്നിരിക്കുന്നത് 45,000 രൂപയായിരുന്നു. ആ പൈസ 3 ദിവസം കൊണ്ട് അത് ഫുള്ള് വിഡ്രോയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ അക്കൗണ്ട് 0 ബാലൻസിലാണ്. ഇനി അതിലേക്ക് പുതിയതായിട്ട് പേയ്മെൻറ്റ്സ് വരണം. സോ ദിസ് ഇസ് ഹൗ ദേ ഓപ്പറേറ്റ്. ഇങ്ങനെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ബാങ്ക് അക്കൗണ്ട്സ് എടുത്തിരിക്കുന്നത് ഇവരുടെ സ്വന്തം പേരിലല്ല, ആരുടെയൊക്കെയോ പേരിലാണ്. ഈ എടുത്തിരിക്കുന്ന പേരുകൾ ജീവനോടുള്ള ആൾക്കാരുടെ ആണോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു വലിയ സ്കാം ടീമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ അവെയറായിട്ടിരിക്കുക. അല്ലെങ്കിൽ കുറേ പേർക്ക് ഒത്തിരി കാശ് പോയിട്ടുണ്ട്, അവർ കുറേ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. അവർ ലക്ഷങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരൊറ്റ സ്കാമിൽ. ഈ പറഞ്ഞതുപോലെ വലിയൊരു സംഘം, ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു സംഘം ഇതിന് പിന്നിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ ഇത് തടയുക സാധ്യമല്ല എന്നതുകൂടിയാണ്, അത് പ്രായോഗികമല്ല എന്നതുകൂടിയാണ്. അപ്പോൾ ആളുകൾ കൂടുതൽ ബോധവാന്മാരാകുക, ഇത്തരത്തിലുള്ള വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ അതേപോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പണമൊക്കെ അടയ്ക്കുമ്പോൾ, സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ക്യാമറ പേഴ്സൺ സഞ്ജു പുറ്റമലിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1 കൊച്ചി.